NIT കാലിക്കറ്റിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD-ആയ ഡോക്ടർ ജഗദാനന്ദ് സാറാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇൻട്രസ്റ്റ് ഉള്ള ബ്രാഞ്ചുകളിൽ ഒന്നാണ് ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. വിദ്യാർത്ഥികൾക്കെല്ലാം അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി താല്പര്യമുണ്ട്, വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പേരൻസിനെ കുറിച്ചും. ശരിക്കും എന്താണ് ട്രിപ്പിൾ എന്ന് പറയുന്ന ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ? ബേസിക്കലി നോക്കുകയാണെങ്കിൽ കോർ എഞ്ചിനീയറിംഗ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു ബ്രാഞ്ച് തന്നെയാണ് ഈ ട്രിപ്പിൾ ഇ. ബേസിക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ആക്ച്വലി സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആയിരുന്നു. അപ്പോൾ ആ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് തന്നെയാണ് ഈ ട്രിപ്പിൾ ഇ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഞങ്ങൾ ഡിഗ്രിയുടെ പേര്. അപ്പോൾ ഇതിൽ ഈ ഇലക്ട്രിക്കൽ പാർട്ടും പഠിക്കുന്നുണ്ട്, സർക്യൂട്ട് പാർട്ടും പഠിക്കുന്നുണ്ട്, ഈ ഇലക്ട്രോണിക്സ് പാർട്ടും പഠിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സത്യം പറയുകയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇല്ലാതെ ഇപ്പം ഒരു സിസ്റ്റത്തിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇലക്ട്രോണിക്സും കൂടി ഈ കൺവെൻഷണൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിന്റെ കൂടെ പഠിക്കുന്നുണ്ട് ഈ ട്രിപ്പിൾ ഇ ബ്രാഞ്ചിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. അതാണ് ഒരു മേജർ അഡ്വാൻറ്റേജ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ എനർജി ആണല്ലോ, എല്ലാ സ്ഥലത്തും നമുക്ക് എനർജി വേണം. ഇപ്പൊ ഈ കൈ ഇങ്ങനെ അനക്കാനും കൂടി അല്ലെങ്കിൽ വർത്താനം പറയാനും ഒക്കെ എനർജിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മനുഷ്യൻ ഇപ്പം ഇലക്ട്രിക്കൽ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കാരണം ഒന്നാമത്തത് ഏത് ഫോമിലേക്കും നമുക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് ആക്കാം, പിന്നെ കാറ്റാക്കാം, ഹീറ്റ്, എന്തായിട്ട് വേണമെങ്കിലും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇലക്ട്രിക്കൽ എനർജി. അതുകൊണ്ടാണ് ഈ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്നത് എനർജി ആയിട്ട്. അപ്പോൾ എനർജി എല്ലാ സ്ഥലത്തും എനർജി ആവശ്യമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കിയിട്ട് വേണ്ടിടത്തേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, അതാണല്ലോ നമ്മുടെ ഈ ഇലക്ട്രിക്കലിന്റെ ഒരു ഇത്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഈ മൂന്നും കൂടിയതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി കൺവെൻഷൻ. അതിന്റെ കൂടെ ഇപ്പം ഈ പറയുന്ന മോഡേൺ ഇലക്ട്രോണിക് ട്രെൻഡും കൂടി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറും പഠിക്കാനുണ്ട്, ഇതില് മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും പഠിക്കാനുണ്ട്, സെമി കണ്ടക്ടർ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉള്ള ഒരു നല്ല ഒരു ഹൈബ്രിഡ് ബ്രാഞ്ചാണ് സത്യം പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സാർ, ഇപ്പം NIT കാലിക്കറ്റിലെ ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ പ്രോഗ്രാമാണ് ഡിഗ്രി PG കാലയളവിൽ പ്രൊവൈഡ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കായിട്ട്? ഇവിടെ ബേസിക്കലി ബിടെക് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പം ഇന്ത്യയിലെ ഹയസ്റ്റ് ഇൻടേക്ക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് NIT കാലിക്കറ്റിലാണ് എമംഗ് ഓൾ NITs. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് 7 MTech സ്ട്രീംസ് ഉണ്ട്. MTech ഇൻ പവർ സിസ്റ്റം, MTech ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, MTech ഇൻ പവർ ഇലക്ട്രോണിക്സ്, MTech ഇൻ ഹൈ വോൾട്ടേജ് ആൻഡ് റിന്യൂവബിൾ എനർജി, MTech ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ സിസ്റ്റം. പിന്നെ നൗ നമ്മളിപ്പം തുടങ്ങിയിരിക്കുന്ന ഒന്ന് MTech ഇൻ സസ്റ്റൈനബിൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ MTech കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, വർക്കിംഗ് പ്രൊഫഷണൽസിന് തന്നെ. അപ്പോൾ അവരുടെ വർക്കിംഗ് അവേഴ്സിന് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സസ് ഒക്കെ ഓഫർ ചെയ്യുന്നത്. എല്ലാം ഓൺലൈൻ ആയിരിക്കും. ഓൺലി എക്സാം ടൈമിന് മാത്രം ഇവിടെ വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് MTech ഓൾസോ ഞങ്ങളിപ്പം ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഓഫർ ചെയ്യും. സാർ, ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് പലപ്പോഴും കിട്ടുന്നത് CS-മായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ട്രിപ്പിൾ ഇ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകളിലേക്കും പ്ലേസ്മെന്റുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കോർ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്കും പ്ലേസ്മെന്റ്, അതായത് രണ്ട്, അപ്പം IT ആണ് ബൂം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു സെക്ഷനിൽ പ്ലേസ്ഡ് ആകാം. അതല്ല കുറച്ചും കൂടി ഇൻഡസ്ട്രി കോർ ബേസിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും പോവാം. ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പം കുറച്ചും കൂടി അപ്ഡേറ്റഡ്, അതായത് ഒരു പ്ലേസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ കുറച്ചും കൂടി വിദ്യാർത്ഥികൾക്ക് രണ്ട് എഡ്ജുള്ള സിസ്റ്റമായിട്ട് നമുക്ക് ട്രിപ്പിൾ ഇ വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റത്തില്ല? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഇലക്ട്രിക്കൽ. ഞാൻ നോക്കുകയാണെങ്കിൽ ഏത് സ്കിൽ സെറ്റ് ഉള്ള ഒരു വ്യക്തിക്കും ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാത്തമെറ്റിക്സിൽ ഭയങ്കര താല്പര്യം, ഭയങ്കര മാത്തമെറ്റിക്കലി ഇന്റൻസീവ് വർക്ക് ചെയ്യാനാണെങ്കിൽ ഇനഫ് സ്കോപ്പ് ഈസ് ദെയർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കാരണം മെഷീൻസ് ഒക്കെ മോഡൽ ചെയ്യണം, മോഡൽ ചെയ്തിട്ട് സിമുലേറ്റ് ചെയ്യണം, അതുപോലെ പിന്നെ വേവ് ഫോംസ് ഒക്കെ അനലൈസ് ചെയ്യണം. അതിന്റെ അങ്ങനെ മാത്സിന്റെ എല്ലാ രീതിയിലുള്ള ആപ്ലിക്കേഷൻസും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി സോഫ്റ്റ്വെയറിലാണ് ഇൻട്രസ്റ്റ്, എനിക്ക് ഇതിലൊന്നും മാത്സിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, സോഫ്റ്റ്വെയറിലാണ്, അതിനും സ്യൂട്ടബിൾ ആണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ, എംബഡഡ് സിസ്റ്റം. ഇതൊക്കെ നമ്മളെ
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കോഴ്സിൽ കവർ ചെയ്യുന്നത്. ഇവരെയൊക്കെ ഹാർഡ്വെയറിന്റെ കൂടെ സോഫ്റ്റ്വെയറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോഫ്റ്റ്വെയറിന് മാത്രമല്ല ഹാർഡ്വെയറിനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ്വെയർ സ്കില്ലാണ് നിങ്ങളുടെ ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഫിറ്റ് ആവും നിങ്ങൾ. ഇനി കോർ ഇലക്ട്രിക്കൽ, എനിക്ക് ഇലക്ട്രിക്കൽ കോർ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് വേണ്ടത് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഇലക്ട്രിക്കലിന്റെ ഡിഫറെന്റ് ഡെവലപ്മെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. പവർ ഇലക്ട്രോണിക്സ് എല്ലാ പവറും ഇപ്പം പ്രോസസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ റൂമിൽ തന്നെ നോക്കിയാൽ അറിയാം, പ്രോസസ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു പവർ പോലും ഇല്ല. അപ്പം ട്യൂബ് ലൈറ്റ് കത്തണമെങ്കിൽ DC വേണം, വരുന്നത് AC ആണ്, അത് പ്രോസസ് ചെയ്യും. ഈ ഫാന് BLDC ഫാൻ ആണെങ്കിൽ അതിന് DC എന്നാണ് കൺവേർട്ട് ചെയ്ത്, ഇങ്ങനെ എല്ലാ പവറും പ്രോസസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഡിവൈസ് ആണ് പവർ ഇലക്ട്രോണിക്സ്. ഇപ്പോൾ ഇവിടെ വലിയൊരു വിഭാഗം റിസർച്ച് നടക്കുന്നത് പവർ ഇലക്ട്രോണിക്സിലാണ്. അങ്ങനെ അതിന് പിന്നെ ഈ പറയുന്ന ഒരു മെഷീൻസ്, ഇപ്പം ഈവൻ മോട്ടോറിൽ തന്നെ ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രിക്കൽ. അങ്ങനെ കോറിലാണെങ്കിൽ കോർ, സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ആണെങ്കിൽ ഹാർഡ്വെയർ, അങ്ങനെ എല്ലാ ഏരിയയിലും നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഫിസിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ളവർക്കും കൂടി ഇലക്ട്രിക്കൽ ഉണ്ട്. ഞങ്ങൾക്ക് ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽ ഡെവലപ്മെന്റ്, ഇൻസുലേഷൻ മെറ്റീരിയൽ ഡെവലപ്മെന്റ്, അതിൽ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങളെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നല്ല ഒരു ഹൈബ്രിഡ് ബ്രാഞ്ച് ആണെന്ന് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും ഈ ഇലക്ട്രിക്കൽ. സാർ, ഇപ്പോൾ ഒരു ബിടെക് ഒക്കെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് 4 വർഷം പഠിക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. ഒരുപക്ഷെ അതായിരിക്കും ഇന്ന് മെഡിക്കൽ ഫീൽഡിനേക്കാൾ കൂടുതൽ എഞ്ചിനീയറിംഗ് ഫീൽഡിന് ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ ഒരു NIT കാലിക്കറ്റിലെ ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് വരുന്ന ഏത് സെക്ടറിൽ നിന്നാണ്, അവരുടെ ഏകദേശം ഒരു പാക്കേജ് ഒന്ന് റഫായിട്ട് ഒന്ന് സൂചിപ്പിക്കാനായിട്ട് പറ്റുമോ? കൂടുതലും സോഫ്റ്റ്വെയർ ഏരിയയിൽ തന്നെയാണ് വരിക. കാരണം നമ്മളിപ്പം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് കൂടുതൽ വരുന്നത് സോഫ്റ്റ്വെയർ ഏരിയയിൽ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞില്ലേ, ഈ കോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ട ഒരു ഏരിയ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. എല്ലാ വെഹിക്കിൾസ് ഇപ്പൊ ഇന്ത്യ 2030 ആകുമ്പോഴേക്ക് മിനിമം 75% എങ്കിലും ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇന്ത്യക്ക്. അങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു വലിയ ഒരു ഡെവലപ്മെന്റ് ആണ്. ഇപ്പം ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് വെഹിക്കിൾ വരാത്തതെന്ന് പറയും. ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് ചാർജിങ് സ്റ്റേഷൻ വരാത്തതെന്ന് പറയും. അപ്പൊ അത് രണ്ടും കൂടി ഒരു ഇതായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ആ ഏരിയയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രിക്കൽ എടുത്തു കഴിഞ്ഞാൽ ഈ പുതുതായിട്ടുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾ പോലെയുള്ള ഏരിയയിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഗ്രിഡ്, മൈക്രോ ഗ്രിഡ്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ തന്നെ കേൾക്കുന്നുണ്ട്, രാത്രി പവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചാർജ് കൂടുതലാണ്, പകല് യൂസ് ചെയ്താൽ ചാർജ് കുറവാണ്, രാത്രി 10 മണിക്ക് ശേഷം യൂസ് ചെയ്ത ചാർജ് വേറൊരു ചാർജ്, അങ്ങനെ ടൈം ഓഫ് ദ യൂസ് ചാർജ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇപ്പം ജസ്റ്റ് നമ്മുടെ മൊബൈൽ പോലെ ഒരു കാർഡ് വാങ്ങി ഇപ്പൊ 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് 500 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി കത്തിക്കുക, ഇമ്മീഡിയറ്റ്ലി ഡിസ്കണക്ട് ആകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് കോർ ഇലക്ട്രിക്കൽ ആണ് അതൊക്കെ. അതിലൊക്കെ സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇതില് ബ്രാഞ്ചിലുണ്ട്. അപ്പോൾ പ്ലേസ്മെന്റ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ആരൊക്കെ ഈ ഒരു ബാക്ക് പേപ്പർ പോലും ഇല്ലാതെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഷുവറാണ് പ്ലേസ്മെന്റ്, അതിലൊരു സംശയമില്ല. ഇപ്പം ഈ താങ്കൾ പറഞ്ഞതുപോലെയല്ല, ഈ ഒരു വലിയ വിഭാഗം കുട്ടികള് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ബിടെക് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്ലേസ്മെന്റിന് പോകുന്നതിന് പകരം എത്രയോ ആൾക്കാർ പ്ലേസ്മെന്റിന് പോവുകയേ ചെയ്യാതെ ഡയറക്റ്റ് ഹയർ സ്റ്റഡീസിന് പോവുക. അവരപ്പോഴേ ടാർഗറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇയർ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു ഫോറിനിലെ ഒരു പ്രൊഫസറെ കോണ്ടാക്ട് ചെയ്യുക, അവരുടെ ഏരിയയിൽ ഇന്റർ വർക്ക് ചെയ്യുക. ഇവിടെ അങ്ങനെ ഇന്റർ വർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല ഫണ്ടുകളും അവൈലബിൾ ആണ്. ഇവിടുത്തെ കുട്ടിക്ക് ഫോറിനിലെ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് അപ്പൊ അങ്ങനെ അവിടെ പോവുക, അവിടെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക, വർക്ക് ചെയ്തിട്ട് ഹയർ സ്റ്റഡീസിന് പോവുക. ഇപ്പം പല സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്കീം ഉണ്ട്. NITന്ന് ബിടെക് കഴിഞ്ഞവർക്ക് ആ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതില് 5 വർഷം കൊണ്ട് അവർക്ക് MTechഉം PhDയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 5 വർഷം കൊണ്ട് പെർ മന്ത് 75,000 കൊടുക്കും.
ഒരു പ്ലേസ്മെന്റിനേക്കാളും ബെറ്റർ എന്ന് വിലയിരുത്താൻ പറ്റും. ഓപ്പർച്യൂണിറ്റി അല്ലേ. അതെ. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ മാതിരിയല്ല, കുറെ പേർക്കെങ്കിലും ഒരു വലിയ വിഭാഗം താങ്കൾ പറഞ്ഞ പോലെ ജോബ് നോക്കുന്നുണ്ട്. പക്ഷെ വേറൊരു വിഭാഗം ശരിക്കും എഞ്ചിനീയറിംഗിലൊക്കെ താല്പര്യമുള്ള ഒരു വിഭാഗം ഹയർ സ്റ്റഡീസിന് പോകാനും അവിടെ നിന്ന് മുകളിലേക്ക് പോകാനും താല്പര്യപ്പെടുന്നുണ്ട്. അതിന് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ NIT ക്യാമ്പസിൽ ഷുവറായിട്ടുണ്ട്. കാരണം ഒന്നാമത്തത് പല യൂണിവേഴ്സിറ്റീസും NIT ആകുമ്പം ഈ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ IIT NIT ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ പുറത്തെ യൂണിവേഴ്സിറ്റീസിന് ഡയറക്റ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പല യൂണിവേഴ്സിറ്റീസും ഫോറിൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് കൊളാബറേഷൻസ് ഉണ്ട്. ഇനി എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ പല സ്റ്റുഡൻസും ഫോറിനിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് കണക്ഷൻ, ആലുമിനസ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. സാർ, ഇപ്പോൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വസ്തുത AI ഒരു യൂസേജാണ്. ഇപ്പോൾ ഒരു പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലുള്ളവർക്ക് ജോലി പോകുമോ എന്നുള്ളത് പേടി. ഈ മെഡിക്കൽ സയൻസിലാണെങ്കിലും പല ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസേഷനിൽ നിന്ന് ആൾക്കാർ അതെല്ലാം AI റീപ്ലേസ് ചെയ്യും എന്നുള്ള സിറ്റുവേഷൻ. ഈ ഒരു ട്രിപ്പിൾ എന്നൊരു ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടുത്തെ AIയുടെ സാധ്യത? ജോലി പോകാൻ സാധ്യതയുണ്ടോ ട്രിപ്പിൾ പഠിച്ചവർ? എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്? അത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്കാണ് അതിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്നത്. ഈ കോർ ഇലക്ട്രിക്കൽ സംഭവങ്ങളെ റീപ്ലേസ് ചെയ്യാൻ AIക്കും പറ്റൂല. അതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതിന്റെ ഡിസൈനിൽ സഹായിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പം മാനുവൽ ഇന്റർവെൻഷൻ ഉള്ള ഏരിയാസ് ആണ് കൂടുതലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ബീഹാറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, അതിന് ഈ കണക്ഷൻ കൊടുക്കണം അല്ലെ, ട്രാൻസ്ഫോമർ വേണം, കണക്ഷൻ. അതൊക്കെ AI എന്ത് ചെയ്യാൻ പറ്റും? AIക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റും. ഈ ഇതിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഈ ഇത് ഇടുന്ന പാത്ത് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ടൈമിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ AI ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഈ ഇടുന്നവർക്ക് മാനുവൽ വർക്ക്, അതിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈനും എന്തായാലും അതിൽ നിൽക്കും. അപ്പോ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പൊ കോർ ഇലക്ട്രിക്കൽ ഡിസൈനില്, മെഷീൻ ഡിസൈനില്, അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഉള്ള ജോബിന് ഒരു ത്രെട്ടും വരില്ല. ഈ എംബഡഡ് സിസ്റ്റം ഞാൻ പറഞ്ഞത്, എംബഡഡ് സിസ്റ്റത്തിലൊക്കെ അതിന്റെയൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ AI കടന്നു വരും. AI സപ്പോർട്ടഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. പക്ഷെ അഗെയിൻ അതിന്റെ ഹാർഡ്വെയറിലെ ഇംപ്ലിമെന്റേഷൻ, അതിനെ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യും, അവിടെയൊക്കെ ഹ്യൂമൻ ഇന്റർവെൻഷൻ, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഒരു ഇൻവോൾവ്മെന്റ് അത്യാവശ്യമായിട്ട് വരും. അവിടെ ഒന്നും ഒരിക്കലും ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബിന് ഒരു പ്രശ്നവും വരില്ല. അത് വളരെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലുള്ള ചില ഏരിയയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ സിംപിളി നമുക്ക് AIക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ സോഫ്റ്റ്വെയർ കിട്ടും. കോഡിംഗ് ഒക്കെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ആർക്കും കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോഡിങ്ങിനൊന്നും അത്ര വലിയ സ്കില്ലിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരു ജനറൽ സ്കില്ലുള്ള ആൾക്ക് തന്നെ കോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഇലക്ട്രിക് മെഷീൻ ഡിസൈനിൽ എങ്ങനെയാണ് അവിടെ AIക്ക് കടന്നു വരാൻ പറ്റുക? അതിന്റെ ഓപ്റ്റിമൈസേഷനിൽ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, AIക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ആ മനുഷ്യന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ സർജൻ ഇല്ലാതെ റോബോട്ടിന് പോയിട്ട് സർജറി ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്പേർട്ട് സർജന് അയാളുടെ സർജറിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് റോബോട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ഹാർട്ടിന് സർജറി ചെയ്യുമ്പോൾ ചിലപ്പോ കൈ വിറച്ചിട്ട് അതിന്റെ മുറിവ് കൂടി പോകും. സർജറി ഈ റോബോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ മുറിവ് കൃത്യത്തിൽ വരും, ക്ഷീണം ഇതാവില്ല. ഇപ്പൊ സർജൻ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോ ഒരു ക്ഷീണം വരും. അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാന്നല്ലാതെ ആ എക്സ്പേർട്ട് ആയിട്ടുള്ള സർജന്റെ സർവീസ് ഒരിക്കലും നമ്മളെ കമ്പ്യൂട്ടർ റീപ്ലേസ് ചെയ്യില്ല. സാർ, ഇപ്പോൾ ഒരു കോഴ്സിലേക്ക് കുറച്ചപ്പോഴത്തേനും ഇവിടെ ഒരു MTech ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് എന്നൊരു കോഴ്സും കൂടെ ഉണ്ട്. 2023 അത് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡൊമിനേറ്റ് ചെയ്തിരുന്ന ഒരു ബ്രാഞ്ച് ആയിരുന്നു ഈ ഒരു വെഹിക്കിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇന്നത് ഒരു കഥ മാറുന്ന ഒരു സിറ്റുവേഷൻ, IC എഞ്ചിൻസ് എല്ലാം മാറുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സാർ, ശരിക്കും ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പ്രാധാന്യം കുറയുകയും അതുപോലെ തന്നെ ട്രിപ്പിൾ പ്രാധാന്യം ഈ ഫീൽഡിലെങ്കിലും കൂടുന്നു എന്ന് കരുതിയാൽ തെറ്റു പറയാൻ പറ്റുമോ? വെഹിക്കിൾ ഏരിയയിൽ ഇമ്പോർട്ടൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് കൂടുകയും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കുറയുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ആസ് എ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ ഇല്ലാതെയും സർവൈവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഈ വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ അങ്ങനെയുള്ള ഏരിയയിൽ ഇപ്പൊ IC എഞ്ചിൻസിനെ മുഴുവൻ നമ്മൾ ഇത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സിസ്റ്റം വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ MTech ഇൻ ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. അതിനും ഇതുപോലെ കൂടുതലും ടേക്കേഴ്സ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്.
ഇൻഡസ്ട്രി ബോഷാണ് നമ്മളുമായിട്ട് ഫസ്റ്റ് കൊളാബറേറ്റ് ചെയ്തത്. ബോഷിലെ എംപ്ലോയീസിന് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിളിൽ എംടെക് കൊടുക്കാനായിരുന്നു നമ്മൾ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി അങ്ങനെയായിരുന്നു. അപ്പോൾ മിനിമം ഇത്രയും പേര് ബോഷെന്ന് വരും, നമ്മളിവിടെ എംടെക് കോഴ്സ് കൊടുക്കും, അങ്ങനെയായിരുന്നു. ഇപ്പം എല്ലാവർക്കും അന്നും എല്ലാവർക്കും ജോയിൻ ചെയ്യാം, ഇപ്പോഴും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷെ ഇത് നീഡ് ഓഫ് ദി അവർ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഡെവലപ്ഡ് ആയിട്ട് വരുന്ന ഈ ടെക്നോളജി അതിലേക്ക് എഞ്ചിനീയേഴ്സിനെ കൂടുതൽ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ എംടെക് ഇൻ ഇലക്ട്രിക്കൽ. എല്ലാ എംടെക് കോഴ്സുകളും ഇതുപോലെ കറണ്ട് ടെക്നോളജിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ NIT കോഴിക്കോടിന്റെ NITയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സിലബസ് ഒക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടാവില്ല. എവറി 4 years നമ്മൾ സിലബസ് ഒക്കെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും, പുതിയ സംഭവങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ മാതിരി 10 കൊല്ലം കഴിഞ്ഞാലൊന്നും അല്ല ഇവിടെ ടെക്നോളജി വരുന്നത്. ഇപ്പോൾ ഒരു ടെക്നോളജി പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത വർഷം തന്നെ നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് സിസ്റ്റമാണ് ഇവിടെയുള്ളത്. ഇപ്പം അതിന് തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. അതിന്റെ എക്സ്പേർട്സ് ഒക്കെ അത് ഇവാലുവേറ്റ് ചെയ്യും, ഇൻഡസ്ട്രി ഇവാലുവേറ്റ് ചെയ്യും. ആ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തുകൊണ്ട് ഒരു പുതിയ കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോ അത് ഈ എല്ലാ പുതിയ കോഴ്സുകൾക്കും, ഈവൻ ബിടെക് കോഴ്സുകൾക്കും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് വെച്ചാൽ അയാൾക്ക് ബ്രേക്ക് എടുക്കാം. കോഴ്സ് ഒന്നങ്ങ് ബ്രേക്ക് എടുക്കാം. പണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ബ്രാൻഡ് ചെയ്തൊരു ഫാക്ടറാണ് അത്. NITയിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്നിട്ട് അയാൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി അതിലൊരു ലെവലായി കഴിഞ്ഞാൽ ഹി ക്യാൻ കം ബാക്ക് ആൻഡ് കണ്ടിന്യൂ ഫ്രം ദ സെക്കൻഡ് ഇയർ. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് എടുക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ബ്രേക്കിംഗ് ആൻഡ് ജോയിനിങ് ബാക്ക് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയി. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ടോട്ടലി ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ ഒരു ബാങ്ക് ആണെന്ന് പറയുന്നത് നമ്മൾ അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക്. അപ്പോ ആ ബാങ്കിലേക്ക് നമ്മൾ ഒരു കോഴ്സ് ചെയ്താൽ 3 ക്രെഡിറ്റ് അതിലേക്ക് വീഴും. അടുത്ത വേറൊരു കോഴ്സ് ചെയ്താൽ വേറൊരു 3 ക്രെഡിറ്റ്, അതിന്റെ ക്രെഡിറ്റ്, അങ്ങനെ ക്രെഡിറ്റ് പിന്നെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ സ്പെസിഫിക് ലിമിറ്റ് എത്തിയ അയാൾക്ക് ബിടെക് ഡിഗ്രി കൊടുക്കും. അങ്ങനെ പല ലെവലില് ഉള്ള ഡിഗ്രീസും ഡിപ്ലോമാസും നമുക്ക് ഇവിടുന്ന് എടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെയുണ്ട്. മോഡേൺ സംഭവങ്ങൾ പഠിക്കാനുള്ളതുണ്ട്. അതുകൂടാതെ ഇപ്പം നമ്മൾ മൈനർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പണ്ട് ഫിസിക്സ് എടുത്തിട്ട് മാത്സ് പറയൂലേ, ഇതിപ്പോ ഇലക്ട്രിക്കൽ എടുത്തിട്ട് കമ്പ്യൂട്ടർ മൈനർ, ഇലക്ട്രിക്കൽ എടുത്തിട്ട് സിവിൽ മൈനർ, ബയോടെക്നോളജി മൈനർ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇലക്ട്രിക്കലിന് നല്ലൊരു ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഇലക്ട്രിക്കലിന്റെ ആപ്ലിക്കേഷൻ ഓൺ ബയോടെക്നോളജി അതിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ബയോടെക്നോളജിയിൽ നോളജ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അപ്പോൾ ബയോടെക്നോളജിയിൽ എനിക്ക് മൈനർ എടുക്കാം. ആ കോഴ്സുകൾ ബയോടെക്നോളജിയിലെ മൈനർ എടുത്താൽ ഇലക്ട്രിക്കൽ വിത്ത് ബയോടെക്നോളജി മൈനർ എന്ന് കൊടുക്കും. അങ്ങനെ ഒരു സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു ഒറ്റ സിംഗിൾ കമ്പാർട്ട്മെന്റിലൊന്നുമല്ല ഇവിടെ ഓടുന്നത്. വളരെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിസിപ്ലിനിൽ ഈ കുട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കരിക്കുലമാണ് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നത്. സാർ, ഇപ്പോൾ പണ്ടും പലരും പറഞ്ഞു കേട്ടുള്ള ഒരു ഡയലോഗാണ്, അതായത് ഇഷ്ടം പോലെ ബിടെക് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പക്ഷെ അവരാരും പഠിച്ചിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന്. പക്ഷെ അക്കാഡമിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രി റിക്വയർമെന്റ് പലപ്പോഴും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പല ബിടെക് ഗ്രാജുവേറ്റ്സും പ്ലേസ്ഡ് ആവുന്നില്ല. ഞാനിപ്പോൾ ഒരു NIT കാലിക്കറ്റിലെ ഒരു സ്റ്റുഡന്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് കേരളത്തിലെ ഒരു ബിടെക് പഠിക്കുന്ന വിദ്യാർത്ഥി ഈ ഒരു ഗ്യാപ്പ് മനസ്സിൽ കണ്ട് ജോലിയുടെ കാര്യത്തിലൊക്കെ പേടിയുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ മുതൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം? അത് ഈ പറയുന്നത് മാതിരി ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പം ഇന്ത്യയിലെ ബിടെക് ഗ്രാജുവേറ്റ്സിന് ഒരു 40-45% മാത്രമേ ജോലിക്ക് പോകാനുള്ള ഒരു സ്കില്ല് ഡെവലപ്ഡ് ആവുന്നുള്ളൂ ഡിഗ്രി കഴിയുമ്പോഴേക്ക്. അവർക്ക് ഒരുപാട് തിയററ്റിക്കൽ നോളേജ് ഉണ്ട്, പക്ഷെ അതെങ്ങനെ അപ്ലൈ, ഇപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങുക, ഞാൻ ഒരാളെ എംപ്ലോയ് ചെയ്യുമ്പോൾ എനിക്ക് തിയററ്റിക്കൽ നോളജ് കൊണ്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്ത് കിട്ടണം അല്ലേ? എന്താണെങ്കിലും ഒരു LED ബൾബ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഞാൻ തുടങ്ങുകയാണെങ്കിൽ LED ബൾബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എംപ്ലോയ് ചെയ്യാൻ പോകുന്ന ഒരാളല്ലേ അല്ലെ? അല്ലാതെ LED എങ്ങനെയാ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വോൾട്ടേജ് എങ്ങനെയാ, കറണ്ട് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു ഗ്യാപ്പാണ് സത്യത്തില് ഈ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഉള്ളത്.
അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് മെഷേഴ്സ് ഗവൺമെന്റ് ലെവലിൽ എടുക്കുന്നുണ്ട്. ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി 2020 ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ NIT കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ 7ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് പോലും ഇല്ല കുട്ടിക്ക്, സബ്ജക്ട്. ആ സെമസ്റ്റർ മൊത്തമായിട്ട് ആ കുട്ടിക്ക് ഈ പ്രാക്ടിക്കലിലും ഇന്റേൺഷിപ്പിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 8ാമത്തെ സെമസ്റ്റർ മുഴുവൻ എന്ന രീതിയിൽ അങ്ങ് വിലയിരുത്തും. ഫുൾ സെമസ്റ്റർ. ഈവൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ 7ാമത്തെ സെമസ്റ്ററിൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഫുൾ ഇയറിൽ ഒരു ഇന്റേൺഷിപ്പിന് ഔട്ട്സൈഡ് NIT പോകാൻ പറ്റും. എത്രയോ പേര് പോയിരിക്കണം, പറ്റുന്നുള്ളതല്ല, എത്രയോ പേര് പ്രാക്ടിക്കലി പോയിരിക്കുന്നു. അപ്പോ ഈ പറയുന്ന മാതിരി 6ാമത്തെ സെമസ്റ്റർ കഴിയുമ്പോഴൊക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് ഈ 7ാമത്തെ സെമസ്റ്ററിൽ തന്നെ ആ കമ്പനിയിൽ തന്നെ ഇന്റേൺഷിപ്പിന് പോവുകയാണ്. അപ്പോ മേ ബി ഒരു കോഴ്സോ 2 കോഴ്സ് എങ്ങാണ്ട് ബാക്കി ഉണ്ടാവുള്ളൂ. അത് ഓൺലൈൻ കോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഈ NPTEL എന്നൊക്കെ പറയുന്ന ഓൺലൈൻ കോഴ്സ് ഉണ്ടല്ലോ, അതിൽ എടുക്കാൻ പറ്റും. ബാക്കിയുള്ള കോഴ്സൊക്കെ അപ്പോഴേക്ക് തീർത്ത് കൊടുക്കും. നമ്മുടെ കരിക്കുലം അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഈ ഇന്റേൺഷിപ്പിലൂടെ ഈ ഒരു ഗ്യാപ്പ് ഫുൾ ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇൻഡസ്ട്രി തന്നെ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു വർഷം ഞാൻ ഇൻഡസ്ട്രി പോയി വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും, ഈ കുട്ടികളെ കൊണ്ട് ആ ചെയ്യിപ്പിക്കും. അപ്പൊ അതോടുകൂടി ഈ തിയറിയും ഈ റിക്വയർമെന്റ്, ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റും തമ്മിലുള്ള ഗ്യാപ്പ് അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അത് ഒരു കാര്യം. പിന്നെ ഒരുവിധം കോഴ്സുകളിലെല്ലാം നമ്മൾ ലാബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കും. ഓരോ 4 വർഷവും നമ്മൾ ഈ സിലബസ് ഒക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, അക്കാഡമിക്സിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും ഇതിൽ ഈ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നന്നായിരിക്കും ഈ ഒരു പോർഷൻ. അപ്പൊ നമ്മുടെ മിക്കവാറും കുറെ തിയറി കോഴ്സുകളിൽ ഇപ്പം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. 3 അവർ തിയറി പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് 2 അവർ അതിന്റെ പ്രാക്ടിക്കൽ. അപ്പൊ തന്നെ ഈ പറയുന്ന ഒരു ഗ്യാപ്പിന് വലിയ തോതിൽ ഒരു ഫില്ലായിട്ട് വരുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഈ NITയുടെ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കിനെക്കാട്ടിലും കൂടുതൽ റിസർച്ചിനാണ് ഇമ്പോർട്ടൻസ്. ഒരുവിധം 99% ഫാക്കൽറ്റിക്കും 1ഓ 2ഓ പ്രോജക്ട്സ് റണ്ണിങ് ഉണ്ടാവും, ഫണ്ടഡ് പ്രോജക്ട്സ്. പുറത്തുനിന്ന് പല ഏജൻസീസ്, ഇപ്പോൾ DRDO, ISRO, അങ്ങനെ പല ഏജൻസീസും ഫണ്ട് ചെയ്തിട്ട് അവരുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടൻസി വർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ, പുതിയ പാർക്കിന്റെ, അതിന്റെ ഒക്കെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രാക്ടിക്കൽ സംഭവമാണ്. അപ്പൊ ആ ഫാക്കൽറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന, പ്രൊജക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് പ്രാക്ടിക്കലി ഓൺ ദ ലൈഫ് റിയൽ വേൾഡ് പ്രോബ്ലം ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇലക്ട്രിക്കൽ ഈ NIT എന്നൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഈ ഒരു ഗ്യാപ്പ് മിനിമം ആയിരിക്കുന്നതാണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ വേണമായിരുന്നു എന്റെ ഒരു പ്രൊജക്റ്റില്. NITയിലെ ഒരു സ്റ്റുഡന്റിനെ പോലെ എനിക്ക് കിട്ടിയില്ല. അവരൊക്കെ പ്ലേസ്ഡ് ആണ്. അപ്പൊ ഒരാളും ഇല്ല. പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഈ പറയുന്ന മാതിരി വർത്താനം പറയും. കുറെ ഇതിൽ ബയോഡാറ്റയിലൊക്കെ എഴുതി വെച്ചു 2 ചോദ്യം ചോദിക്കുമ്പോൾ അറിയാം അവർക്ക് അതിൽ എക്സ്പോഷറിൽ അറിവില്ല. അപ്പൊ അവരെ എംപ്ലോയ് ചെയ്യാൻ പറ്റൂല. എനിക്ക് ഈ പറയുന്ന സമയത്തിനുള്ളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കിട്ടണം. അപ്പൊ അറിയാത്ത ഒരാളെ പഠിപ്പിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആ പ്രൊജക്റ്റിലൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റില്ല. ഇതാണ് സിറ്റുവേഷൻ. നിങ്ങൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഇതാണ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് എല്ലാവരും ഈ പറഞ്ഞ. ഞാൻ കുറെ പേര് ഇന്റർവ്യൂ ചെയ്തു. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എനിക്ക് കിട്ടിയില്ല ഒരാളെ. പൈസ കൊടുക്കാൻ തയ്യാറാണ്, ഫെസിലിറ്റി കൊടുക്കാൻ. അതപ്പോ പറയുന്നു ഇപ്പൊ ജോലിയില്ല എന്ന് പറയുന്നു. ഞാൻ ഒരാളെ നോക്കിയിട്ട് ജോലിക്ക് ആളെ കിട്ടുന്നില്ല. അതായത് എന്താ കാര്യം, പഠിച്ചിറങ്ങുന്നുണ്ട്, അവർക്ക് ഈ വേണ്ട സ്കില്ലില്ല. നമ്മൾ നോക്കുന്ന ഇപ്പൊ ഒരു എംപ്ലോയർ നോക്കുന്ന സ്കില്ലില്ല. അതാണ് പ്രോബ്ലം. NITനെ പോലത്തെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇച്ചിരിയെങ്കിലും എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്കും ആ പ്രശ്നം ഉണ്ടാവില്ല. വേറെ ഒരു ഇതെന്താ വെച്ചാൽ ഇവിടെ നോക്കിക്കോളൂ, ദിവസവും ഒരു 2ഓ 3ഓ പ്രോഗ്രാംസ് ഷുവർ ആയിട്ട് റണ്ണിങ് ആയിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടി നോക്കുകയാണെങ്കിൽ കുറെ കോൺഫറൻസ് നടക്കുന്നുണ്ടാവും, വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടാവും, ഹാക്കത്തോൺസ് നടക്കുന്നുണ്ടാവും, പിന്നെ ഇന്ററാക്ഷൻസ് നടക്കും. ഇങ്ങനെ നോക്കിയ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം ഒരു 3 പ്രോഗ്രാമെങ്കിലും ഇല്ലാത്തൊരു ദിവസം കാണില്ല. ഇതൊക്കെ കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ റിയൽ വേൾഡ് പ്രോബ്ലംസ് ആയിട്ട് ഇന്റർവർക്ക് ചെയ്യാനും അതുമായിട്ട് അക്വൈൻറ്റ് ചെയ്യാനുമുള്ള
ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ NIT എന്തായാലും ആ ഒരു എഡ്ജ് കുട്ടികൾക്ക് ഷുവറായിട്ടും ഇല്ലായിരിക്കില്ല. ബാക്കിയുള്ള കോളേജ് പോലെയല്ല, ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ്. ഓക്കെ. ഇപ്പോൾ ഈ അടുത്ത വർഷം, അതായത് അടുത്ത ഏപ്രിൽ 1-ാം തീയതി മുതൽ നമുക്ക് ചെലവാക്കാനുള്ള ഫണ്ട് ഓൾറെഡി അലോട്ട് ചെയ്തു. ഏത് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് 2.5 കോടി. ഓക്കെ. ഇതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്. ഇത് ഫസ്റ്റ് ഫേസാ. ഇത് കഴിഞ്ഞാൽ പിന്നെയും അപ്പൊ ഈ 2.5 കോടി വെച്ചിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എക്യുപ്മെന്റ്സും നമ്മൾ ഇവിടെ ഫർണിഷ് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോ അത് ഫണ്ട്, സെൻട്രൽ ഫണ്ട് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ കുട്ടികൾക്ക്. പിന്നെ ലാബ്സ് ഒക്കെ ഈ പറയുന്ന ഒരു 5 മണിക്ക് കൂട്ടി പോകുമൊന്നുമില്ല. ഈ പറയുന്ന റിസർച്ച് കമ്പോണന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലാബൊക്കെ ഫുൾ ടൈം ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പെർമിഷൻ എടുത്താൽ മതി. ലാബ് സ്റ്റാഫിന്റെ അടുത്ത്, ലാബ് ഇൻചാർജിന്റെ ഫാക്കൽറ്റിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്താൽ ആ ലാബിൽ ആ കുട്ടിക്ക് 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം 12 മണിയൊക്കെ ഇവിടെ മിനിമം ടൈമാണ്. എല്ലാ ലാബും 12 മണി വരെ ഷുവറായിട്ടും വർക്കിംഗ് ആണ്. അതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് വളരെ ഒരു അപ്പർ എഡ്ജ് കിട്ടും. എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ്, ഒരു സംശയമില്ല. എക്യുപ്മെന്റിന് കുഴപ്പമില്ല, ഫണ്ടിന് കുഴപ്പമില്ല, ഓപ്പർച്യൂണിറ്റീസിനും കുഴപ്പമില്ല. യൂസ് ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രം. പണ്ട് കാലത്തെ ഒരു തിയററ്റിക്കൽ നോളജ്, ബിടെക് വാല്യൂ എന്നത് മാറി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് സ്കിൽ അക്വയർ ചെയ്യാൻ റെഡിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്ഡ് ആവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. പ്ലേസ്ഡ് ആവാനും പറ്റും, സ്വന്തമായിട്ട് ഈ പറയുന്നത് പോലെ എന്റർപ്രണർഷിപ്പ് തുടങ്ങാനും പറ്റും. നമുക്കിവിടെ IIScയുടെ സപ്പോർട്ടിൽ ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സെന്റർ ഉണ്ട്. TBI ഉണ്ട്, ടെക്നിക്കൽ ബിസിനസ് ഇൻക്യുബേറ്റർ. അവിടെ സ്പേസും കിട്ടും, ഈ ലൈസൻസിങ് അങ്ങനെയുള്ള എല്ലാത്തിനുള്ള സപ്പോർട്ടും കിട്ടും. ഒക്കെ അതിനൊക്കെയുള്ള സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയുണ്ട്. എത്രയോ ഇത് പിന്നെ ഇൻക്യുബേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഐഡിയ ലെവലിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ലെവലിലേക്ക് ആക്കി അവര് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് പോയിട്ട് എത്രയോ ഉണ്ട് ഇവിടെ. സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്. ഞങ്ങളുടെ തന്നെ സ്റ്റുഡൻസ് ഇതുമാതിരി ഇത് മൈക്രോ കൺട്രോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പം MTech പഠിക്കുമ്പോൾ ആ മൈക്രോ കൺട്രോൾ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബോർഡ് ഡെവലപ്പ് ചെയ്യുക, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതുമാതിരി ലാബോറട്ടറിയിൽ കൊടുക്കുക. അതൊക്കെ ഇവിടുത്തെ TBIയിൽ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയുന്നതുകൊണ്ട്, ഞാനതിൽ ഇൻവോൾവ്മെന്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. എന്റർപ്രനർ ആവാൻ പറ്റും, ജോബിന് പോകാൻ പറ്റും, ഹയർ സ്റ്റഡീസിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ലാസ്റ്റ് മന്ത് ബോംബെ IIT എന്നുള്ള പ്രൊഫസർമാർ ഇവിടെ വന്നിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇവർ അവിടെ പോകാതെ പ്രൊഫസർമാർ പല IITs ഒന്നും പ്രൊഫസർമാർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അവര് നല്ലതാണെങ്കിൽ 1 വർഷം അവർക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 6th സെമസ്റ്റർ കഴിഞ്ഞാൽ 7th സെമസ്റ്റർ 8th സെമസ്റ്ററും ബോംബെ IITയിൽ അവരുടെ ലാബിൽ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇഫ് ഹി ഈസ് ഗുഡ് ഇനഫ് ഓർ ഷീ ഈസ് ഗുഡ് ഇനഫ് and acquainted with the technology of that professor's lab, professor will give him opportunity to continue till the PhD, even beyond PhD. അപ്പോ ഇവിടുത്തെ വേറൊരു ഇതെന്താ വെച്ചാൽ ഇവിടെ ഫാക്കൽറ്റിക്ക് മിനിമം റിക്വയർമെന്റ് PhD ആണ്. ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം PhD വേണം. അപ്പോൾ PhD ഒന്നും ഇപ്പൊ ഇവിടെ ഒരു ഡിഗ്രിയേ അല്ല, അതിന്റെ കൂടുതൽ പോസ്റ്റ് ഡോക്ടറൽ, 1 പോസ്റ്റ് ഡോക്ടറൽ, 2 പോസ്റ്റ് ഡോക്ടറൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രയോറിറ്റി ഒക്കെ ഇവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. നോക്കിയാൽ അറിയാം, നമ്മുടെ ഇപ്പം പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ പബ്ലിക്കേഷൻസ്, പേറ്റൻസ്, ഫണ്ടഡ് പ്രോജക്ട്സ്, കൺസൾട്ടൻസി പ്രോജക്ട്സ്, അങ്ങനെയുള്ള എല്ലാം ഒരുപാട് ഇതിലാണ്. ഇപ്പോൾ കോഴിക്കോട് NIT ഓൾ ഇന്ത്യ റിസർച്ചിൽ വിത്തിൻ 10 റാങ്കിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങളുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വിത്തിൻ 2 ആണ്. ആകെ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടേ കോഴിക്കോട് NIT-നേക്കാൾ ആർക്കിടെക്ചറിൽ ഹയർ ഇതിൽ നിൽക്കുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചും എന്താണ് അതിന്റെ അവസരങ്ങൾ, അല്ലെങ്കിൽ ഒരു BTech ഗ്രാജുവേറ്റ്സ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്ഡ് ആകാം, റിസർച്ചിലേക്ക് പോകാം, പ്രത്യേകിച്ചും NIT കാലിക്കറ്റിൽ പഠിക്കുവാണെങ്കിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് HOD ജഗദാനന്ദ് സാർ നമ്മോട് പറഞ്ഞു തന്നു. സർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും ഒക്കെ എല്ലാവിധ സംശയങ്ങളും മാറ്റുന്ന ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു ഈ ഒരു ഇന്റർവ്യൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞങ്ങളോട് നന്ദി പറയുന്നു. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.